ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ബീഫ് ഫ്രൈ ആണ്. ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് ഉലർത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി വെക്കുക. അതുപോലെ ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂൺ വിനീഗറും ഉപ്പും കൂടി ചേർത്ത് ലാസ്റ്റ് കഴുകി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീഫിലുള്ള ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ ബീഫ് കഷ്ണങ്ങളാക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എളുപ്പം ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ക്ലീൻ ചെയ്ത ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരല്പം തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മീറ്റ് മസാല അല്ലെങ്കിൽ ബിരിയാണി മസാലയാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ചേർക്കുന്ന മീറ്റ് മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാലയും ചേർക്കാവുന്നതാണ്. ഗരം മസാലയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബീഫിൽ മസാലയൊക്കെ പിടിച്ച് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊരു 4-5 വിസിലാവുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 2 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ അനുസരിച്ചും പിന്നെ നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടും വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം. അപ്പോൾ ഞാനിവിടെ 6 വിസിലായപ്പോഴാണ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ രീതി അനുസരിച്ചിട്ട് എത്ര വിസിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ സാധാരണ ബീഫ് കറിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞു പോകേണ്ട കാര്യമില്ല. നമ്മളിത് രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ കുക്കർ തുറക്കാനായിട്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഫ്രൈയിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഫ്രൈങ് പാനിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു 10 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളിക്ക് പകരമായിട്ട് 1 സവോള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്തും പച്ചമുളകും സവോളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അതുപോലെ ഉണക്കത്തേങ്ങയോ പച്ചത്തേങ്ങയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചത്തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതുപോലെ ബ്രൗൺ നിറമൊക്കെ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബീഫ് ഫ്രൈക്ക് ഒരു നാടൻ രീതിയിലുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിലുള്ള ബീഫൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. എങ്കിലേ നമ്മുടെ ബീഫ് ഫ്രൈയിൽ നമ്മൾ ചേർത്ത മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പറ്റിപ്പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ മൂപ്പിച്ചെടുത്ത് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനാദ്യം 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫ് ഫ്രൈ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത്രയും എണ്ണ മതിയാവും. പക്ഷെ നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എണ്ണ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ബീഫ് ചേർക്കുന്ന സമയത്ത് ഇതിലധികം വെള്ളം ഉണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്യാനായിട്ട് അധികം സമയം എടുക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം വറ്റിച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഇത് കുറച്ച് സമയത്തിനകത്ത് തന്നെ പെട്ടെന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലും കറിവേപ്പിലയും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആവണം എന്നുള്ളവർ കുറച്ച് നേരം കൂടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും ഉള്ളിക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈയിലേക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ തേങ്ങാക്കൂട്ട് ചേർത്തതിന് ശേഷം ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ളൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം നമ്മൾ ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കിയതിന് ശേഷം ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാരങ്ങാ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ബീഫ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.